നമസ്കാരം. ഞാൻ വി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഉറങ്ങുന്നവരാണ്. ഉറക്കം നമ്മുടെ ഓരോ ജീവികളുടെയും ശരീര പോഷണത്തിന് ആവശ്യമുള്ളതാണ്. പക്ഷെ പലപ്പോഴും പല തലങ്ങളിൽ പല തരത്തിൽ ഈ ഉറക്കം മൂലം പലതര ദോഷങ്ങൾ വന്ന് ഭവിക്കാറുണ്ട്. അത് വീട് ബേസിക്കലി മോശമായി വെച്ചാൽ അത്തരം ഉറക്കത്തിൻ്റെ ഫലങ്ങൾ കൂടും. വീട് നല്ലതായി വെച്ചാൽ പോലും ആ കിടന്നുറങ്ങുന്ന രീതി ശരിയല്ല എങ്കിൽ അത് വളരെ മോശമായ ഫലങ്ങൾക്ക് കാരണമാകും. നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും ഉറങ്ങുന്നവരാണ്. ഉറങ്ങുമ്പോഴാണ് ശരീരം അതിൻ്റെ പാച്ച് വർക്കുകൾ ചെയ്യുന്നതെന്നാണ് ശാസ്ത്ര മതം. ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കിടക്കേണ്ടത്? എല്ലാവരും അറിയേണ്ട കാര്യം, വീടുകളിൽ കട്ടിലുകൾ ഇടുമ്പോൾ ആ കട്ടിലുകൾ തെക്ക് പടിഞ്ഞാറിലേക്ക് കേന്ദ്രീകരിക്കപ്പെടണം. ഏത് മുറിയിലായാലും തെക്ക് പടിഞ്ഞാറിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനൊപ്പം തന്നെ യാതൊരു കാരണവശാലും കിടന്നുറങ്ങുമ്പോൾ തല പടിഞ്ഞാട്ടോ വടക്കോട്ടോ വയ്ക്കരുത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ സത്യമാണത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപാട് വീടുകളിൽ ഞാൻ ചെല്ലുമ്പോൾ അത് വാസ്തുപരമായി വരുന്ന ഒരു കാര്യം കൂടിയാണ്. കിടന്നുറങ്ങുന്നതിൽ വാസ്തു കൊണ്ടൊന്നും ചതിക്കുന്നവരുണ്ട്. കട്ടിലിടുന്നതിലുണ്ട്, കിടന്നുറങ്ങുന്നതിലും വാസ്തുവുണ്ട്. പല കാര്യങ്ങൾ ചേർന്നാലേ യഥാർത്ഥ വാസ്തുവാകുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് വീടുകളിൽ കുട്ടികൾ പടിഞ്ഞാട്ട് അല്ലെങ്കിൽ വടക്കോട്ട് കിടന്ന് പഠിക്കുന്നത് എത്രയോ സംഭവങ്ങളുണ്ട്. വീടുകളിൽ സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ ചുറ്റുന്ന അത് പരിഗണിച്ചാണ് നമ്മളുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും നീങ്ങുന്നുള്ള സത്യം നമ്മൾക്ക് തിരിച്ചറിയണം. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ ചുറ്റുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് ഊർജങ്ങളുമായിട്ട്, പ്രാപഞ്ചിക ഊർജങ്ങളുമായിട്ട്, സൗരോർജങ്ങളുമായിട്ട്, ആ ഊർജം നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെക്കോട്ട് തലവെച്ച് കിടക്കണം അല്ലെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ ഭാരം വരുന്ന, നമ്മുടെ ഈ ബോഡിയിലെ ഏറ്റവും കൂടുതൽ ഭാരം വരുന്ന ഒരു അവയവമാണ് നമ്മുടെ തല. ഈ തല തെക്കോട്ടിരിക്കുമ്പോൾ സൂര്യൻ കറങ്ങുന്നതിന് അതുമായി തന്നെയായിരിക്കും അത് ക്ലോക്ക് വൈസായിട്ട് തന്നെ നമുക്ക് കിടക്കാൻ കഴിയും. ക്ലോക്ക് എങ്ങനെയാണോ ഓടുന്നത് അതുപോലെ ക്ലോക്ക് ഇങ്ങനെയല്ലേ ഓടുന്നത്, കിഴക്ക് തെക്ക് ഇങ്ങനെ ഓടി വരിക. അപ്പോൾ കിഴക്കിലേക്കും തെക്കിലേക്കും നമ്മൾ തഴവെച്ച് കിടക്കുമ്പോൾ പ്രാപഞ്ചികമായ ഊർജങ്ങൾ ഗുണവത്തായി നമ്മുടെ ശരീരത്തിലേക്ക് മാറുന്നു. പ്രാപഞ്ചികമായ ഊർജങ്ങൾ ഗുണകരമല്ലാതായി മാറുന്നു. ഈ പടിഞ്ഞാറും വടക്കോടും തലവെക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം നമുക്ക് ആലോചിക്കാം. പടിഞ്ഞാറിലോട്ട് തലവെച്ച് പഠിക്കുകയും അതുപോലെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരുപാട് യുവാക്കളുണ്ട് ഈ കാലത്ത്. പല രക്ഷിതാക്കളും അവിടെ പറഞ്ഞാലും അവർക്കത് മനസ്സിലാകില്ല, അവർക്ക് തമാശയായിട്ട് തോന്നാറുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ സ്വഭാവങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകും. അവരെപ്പോഴും അങ്ങനെ ഈ പടിഞ്ഞാറിലേക്ക് കിടന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറിലേക്ക് തല വെച്ചുറങ്ങുന്നവർക്ക് അവരൊരു 5-10 കൊല്ലം അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തെയും മനസ്സിനെയും അത് മോശമായി ബാധിക്കും. The power of grasping or the capacity of grasping will be less and less എന്നാണ് ശാസ്ത്രം പറയുക. അതായത് കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിരിക്കും.
തുടർച്ചയായിട്ടൊരു 4-5 വർഷങ്ങളിൽ ഒരാൾ തല അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ അയാൾ അനുസരണ ഇല്ലാത്ത ഒരാളായി തീരും. ആരെയും അനുസരിക്കില്ല. രോഗാവസ്ഥ വല്ലാതെ വരും. അത് മറ്റ് വീടുകളിലെ വ്യക്തികളെ അപേക്ഷിച്ച് അങ്ങനെ പടിഞ്ഞാട്ട് അല്ലെങ്കിൽ വടക്കോട്ട് തലവെച്ചുറങ്ങുന്ന ആളുകൾ വളരെയേറെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ടാകും. അവരെ സഭാകമ്പക്കാർ ആയിരിക്കും ഭയങ്കരം. ആളുകൾ വന്നാൽ അവരെ അഭിമുഖീകരിക്കാൻ അവർ പലപ്പോഴും തയ്യാറാവില്ല. അവർ ഒതുങ്ങിക്കൂടുന്ന ഒരു മൃഗത്തിലേക്ക് അങ്ങ് മാറും. എപ്പോഴും ഒതുങ്ങിക്കൂടിയിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പടിഞ്ഞാറോട് തലവെച്ചാലേ വടക്കോട് തലവെച്ചിട്ടാണ് മൊബൈലിൽ TV കാണുക. അത് മണിക്കൂറുകളോളം ഇരിക്കും. അങ്ങനെ മണിക്കൂറുകളോളം കിടക്കുമ്പോൾ അത് ഒരുപാട് മോശാവസ്ഥകളാണ് സൃഷ്ടിക്കുക. മനസ്സിനെ പോലും അത് ബാധിക്കും. മാനസിക രോഗങ്ങൾ അത് തരാം. പടിഞ്ഞാട്ട് അല്ലെങ്കിൽ തെക്കോട് വടക്കോട് തലവെച്ച് കിടക്കുമ്പോൾ ഉഷാറുണ്ടാവില്ല. സാധാരണ വ്യക്തികളുടെ കൂട്ട് നല്ല ഉഷാറായി നോക്കില്ല. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സാധാരണ ഒരു വ്യക്തിക്ക് എന്ത് ഉഷാറുണ്ടോ ആ ഉഷാർ, അതായത് നമ്മളെല്ലാം സാധാരണ ആളുകൾ ചെയ്യുന്നുള്ള കാര്യങ്ങൾ പലതും ചെയ്യില്ല. ഒരുമാതിരി മത്തനടിച്ചതുപോലെ പിള്ളേരെ കാണാം. പിള്ളേരായാലും മുതിർന്നവരായാലും സാധാരണ ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാതെ അവരിങ്ങനെ ഒതുങ്ങിക്കൂടുകയും അവരൊരു പതുങ്ങികൾ പോലെ ആയി പോകുന്നത് കാണാം. അതിൻ്റെ ഫലങ്ങളാണ്. പടിഞ്ഞാറോട്ടും വടക്കോട്ടും തലവെച്ച് നമുക്ക് ആളുകളെ നശിപ്പിക്കാനാകും. ഒരാളെ കൊണ്ട് സ്ഥിരമായിട്ട് പടിഞ്ഞാറ് കടത്തിച്ചാൽ അയാളുടെ യഥാർത്ഥ വ്യക്തിത്വം നശിപ്പിച്ച് കളയാം. അയാൾ വിജയിച്ചു പോകേണ്ട വഴികളില്ലാതായി തീരാം. അയാളുടെ ആരോഗ്യത്തെ, അയാളുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കാം. കാലുകളിലെ അസുഖങ്ങൾ, അതുപോലെ വെരിക്കോസ് സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വെയിൻസ്, നമ്മുടെ നരമ്പുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വേഗം വന്ന് ഭവിക്കാം. പ്രഷർ, ഷുഗർ ഒക്കെ വേഗം പിടിപെടും ഇത്തരം സ്ഥലങ്ങളിൽ. കാര്യം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെ തകർത്ത് കളയാണ് ഈ കിടത്തൽ, ഈ ഉറക്കം. അത് ഉറക്കം എന്ന് പറയുമ്പം പകലായാലും രാത്രിയിലായാലും ഈ പറയുന്ന സംവിധാനം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഉറക്കത്തിനൊപ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്, നമ്മൾ ഫർണിച്ചറുകൾ ഒരുക്കുമ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായിട്ട് വേണം ഓരോ മുറിയിലും ഫർണിച്ചർ ഇടാൻ. ഒപ്പം എല്ലാ വീടുകളിലും മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് എന്ന് കരുതുന്നു. എല്ലായിടത്തും ഇല്ല. പല വീടുകളിലും മാസ്റ്റർ ബെഡ്റൂം ഇല്ല. ഇനി ഉള്ള മാസ്റ്റർ ബെഡ്റൂം തന്നെ ചെറുതാണ് പല വീടുകളിലും. അത് ഒരിക്കലും നല്ല വാസ്തു പ്രദാനം ചെയ്യില്ല. ആ വീട് നിർമ്മിക്കാൻ പോകുന്ന ആളുകൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് വരുന്ന ഊർജം ആ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ യാതൊരു കാരണവശാലും തളം കെട്ടിക്കിടക്കാൻ പാടില്ല. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, തെക്ക് പടിഞ്ഞാറ് മുറിയിൽ നിന്ന് വടക്ക് കിഴക്കിലേക്ക് പോകുന്ന ആ സൂത്രം അടഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നിലവിൽ നമ്മൾ വീട് വെക്കാൻ പോകുന്ന ആളുകൾ കറക്റ്റ് കന്നിമൂല മുറിയുടെ ഈശാനത്ത് തന്നെയാകണം പ്രധാന വാതിൽ വെച്ച് കൊടുക്കാൻ പരമാവധി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തെക്ക് പടിഞ്ഞാറ് മുറിയിൽ നമ്മുടെ വീട്ടിലെ മക്കളെ കിടത്താൻ അനുവദിക്കരുത്. തെക്ക് പടിഞ്ഞാറ് മുറിയിൽ താഴെ നിലയിൽ, മുകളിലാവാം, താഴെ നിലയിൽ അച്ഛനോ അമ്മയോ വേണം കിടക്കാൻ. പിന്നെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവരായാലും ആരായാലും നമ്മൾ ഏത് മുറിയിൽ കിടന്നാലും ആ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് വേണം കട്ടില അല്ലെങ്കിൽ നമ്മൾ ദിവാങ്കോട്ടൊക്കെ കേന്ദ്രീകരിക്കാൻ. അല്ലെങ്കിൽ അത് അറിയാതെ നമ്മളിൽ ബാധിക്കും. മുതിർന്നവരുടെ ആയാലും പ്രായം കുറഞ്ഞവരുടെ ആയാലും കഴിവുകളെ ഇല്ലാതാക്കാൻ ഇത്തരം ഉറക്കത്തിന് കഴിയും. പടിഞ്ഞാട്ടും വടക്കോടും തലവെച്ച് കിടന്നാൽ മതി, അവരുടെ കഴിവുകളില്ലാതാവും. അവർക്കെല്ലാവരുടെയും ദേഷ്യമായിരിക്കും. അവർ പറയുന്ന നമ്മൾ പറയല്ലേ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, അതുപോലെയുള്ള സ്വഭാവങ്ങളുള്ള ആളുകളുണ്ടാവും. ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതേ ശരി എന്നുള്ളൊക്കെ നിലപാടിൽ അവർ നിൽക്കും. അതൊക്കെ ഈ ആന്തരികമായ ഊർജ വ്യതിയാനങ്ങൾ വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. വീട് നന്നായി വെച്ചു, പക്ഷേ കിടന്നുറങ്ങുന്നത് പടിഞ്ഞാട്ടാണെങ്കിൽ അല്ലെ വടക്കോട്ടാണെങ്കിൽ
ഗുണകരമല്ലാത്ത സംഭവങ്ങളെല്ലാം വീട്ടിലുണ്ടാകും. ആരാണോ അങ്ങനെ കിടന്നുറങ്ങുന്നത് അവരുടെ ശക്തി, ശാരീരികമായും മാനസികവുമായുള്ള ശക്തിയാണ് ക്ഷയിച്ചു പോകുന്നത്. ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ ശക്തി ക്ഷയിച്ചു പോയാൽ പിന്നെ ആ വ്യക്തിയില്ലല്ലോ. അതിന് വ്യക്തിത്വം ആ വ്യക്തിക്ക് എന്താ പിന്നെ വ്യക്തിത്വം ഉള്ളത്? ഓരോ വ്യക്തിയും വളർന്നു വരുന്നത് ആ വ്യക്തിത്വമുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ അറിയാം. ഒരാളെ തുടർച്ചയായി പടിഞ്ഞാട്ടോ വടക്കോട്ടോ കിടത്തിയാൽ അയാളുടെ മനസ്സിനെ അത് വളരെ മോശമായി ബാധിക്കും. അയാളുടെ ചിന്തകളെ മോശമായി ബാധിക്കും. വാസ്തുശാസ്ത്രത്തിന് പലരും കരുതും വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ വീട് വെക്കലും കട്ടള വെപ്പലും ജനലും വെക്കലും മാത്രമാണ്. അങ്ങനെയല്ല. വീടിൻ്റെ ഓരോ ഫർണിച്ചർ ഇട്ട് ഒരുക്കുന്നത് പോലും വാസ്തുശാസ്ത്രപരമാണ്. അങ്ങനെ വീടിനുള്ളിൽ ഫർണിച്ചർ ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് ഫർണിച്ചറിൽ നിങ്ങൾ സജ്ജമാക്കി എടുക്കുക. അല്ലെങ്കിൽ കിഴക്ക് തെക്ക് ഭാഗങ്ങളിൽ വരുന്ന രീതിയിൽ ഫർണിച്ചർ സജ്ജമാക്കി എടുക്കുക. പരമാവധി വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ പരമാവധി ഫർണിച്ചർ ഇടുന്ന് ഒഴിവാക്കിയെടുക്കുക. വീടിൻ്റെ ഇപ്പം നമ്മൾ പുതുതായിട്ട് വീട് വെക്കുന്ന ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വീട് വെക്കുമ്പോൾ നിങ്ങൾ ഈ മുറികൾ സജ്ജമാക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലേക്ക് വാതിലുകൾ കൊണ്ടുവന്നാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അതിന് വീട്ടിലെ വരുമാനത്തെ മാറ്റും, വ്യക്തികളുടെ മാറ്റും, ബന്ധങ്ങളെ മാറ്റും. ഈ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്കോട് തലവെച്ച് കിടക്കുന്ന ആളുകളുടെ ചിന്തകളിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും. അവരുടെ ബന്ധങ്ങളൊക്കെ കലുഷിതമായി പോകും. ബന്ധങ്ങൾ വന്നു ചേരുന്ന ബന്ധങ്ങൾ പോലും കലുഷിതമായി പോകും. അപ്പോൾ ഈ ഒരു വാസ്തുവിജ്ഞാനം നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ അനുഭവത്തിലൂടെയാണ്. നിങ്ങളുടെ എല്ലാ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഇത്തരം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഈ പറയുന്നത് നല്ല ജീവിതത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി ഒഴിവാക്കണം. ഫർണിച്ചറുകൾ മാറ്റിയിടണം. ഓരോ മുറികളെയും വടക്കിഴക്ക് ഭാഗം ഫ്രീ ആയി വരുന്നതിൽ ക്രമീകരിക്കണം. എല്ലാവർക്കും നല്ല ഉറക്കവും നല്ല ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീട്ടിൽ വരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.